എന്നും, അതായത് എൻ്റെ അതായത് മമതാബന്ധം ഉപേക്ഷിക്കൂ. അതായത് ഈ ഭഗവാനോടും അതുപോലെ തന്നെ ഉദ്ധവരുടെ കുടുംബക്കാരോടുള്ള മമതയില്ലേ, അത് ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറഞ്ഞത് കേട്ടോ. എന്നെ മാത്രം ആശ്രയിക്കൂ, എങ്കിൽ മാത്രമാണ് സമാധാനം ഉണ്ടാവുള്ളൂ. നമുക്കും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ. ഒരുപാട് ഒട്ടൽ വേണ്ട ആരോടും. ഒരുപാട് ഒട്ടിക്കഴിഞ്ഞാൽ പറിച്ചെടുക്കുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാവും. ഒരു ഗ്യാപ്പിട്ട് നിൽക്കുക. അപ്പം നമുക്ക് വലിയ വേദനകൾ ഇല്ല. അതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ വേണ്ടപ്പെട്ട ഒരു മരിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല എന്നല്ല. എത്ര വിഷമം ഉണ്ടെങ്കിലും സ്വന്തം അച്ഛനോ അമ്മയോ ഭർത്താവോ ആര് മരിച്ചാലും ഇന്നത്തെ സ്ഥിതിയിലല്ല, ഒരു 2 ദിവസത്തിൽ കൂടുതൽ ആ ബോഡി അവിടെ വയ്ക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഫ്രീസറിലല്ലാതെ. അപ്പോൾ പിന്നെ ഫ്രീസറിലാണല്ലോ വയ്ക്കണം. അത് വേറെ എത്ര കാലം വേണമെങ്കിലും അതിലെങ്കിലും ഇരുന്നോളൂ. ഫ്രീസറില്ലെങ്കിൽ എത്ര ദിവസം ആ ബോഡി അവിടെ വയ്ക്കാൻ നമ്മൾ സമ്മതിക്കും? 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറിയിട്ടുള്ള ഇതൊക്കെ പോകാമോന്ന് ഇല്ലേ? സ്വന്തമായിരിക്കും മരിച്ചു കിടക്കുന്ന ആള്. ഏറ്റവും വേണ്ടപ്പെട്ട അച്ഛനോ അമ്മയോ ഭർത്താവോ ആരായിരിക്കും. 2 ദിവസത്തിൽ കൂടുതൽ അതോടെ വച്ചേക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ ആ ശരീരത്തെയാണോ ഇത്ര കാലം സ്നേഹിച്ചത്? ആണോ? അല്ല. ഉള്ളിലുള്ള ജീവസ്വരൂപനെ ഈശ്വരനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഭർത്താവാണെന്നൊക്കെ സ്നേഹിക്കണ്ടല്ലോ. ഇപ്പോൾ ആ ശരീരത്തിനെ അല്ല നമ്മൾ സ്നേഹിക്കണേ. കാരണം അങ്ങനെ ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്കതിനെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പോലും നമുക്ക് ചിലപ്പോൾ പേടിയാവും ഇല്ലേ? മരിച്ചെടുക്കുന്ന ആളുടെ അടുത്തേക്ക് പോകാൻ പോലും പേടിയുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ അതിന് 2 ദിവസത്തിൽ കൂടുതൽ വെക്കാൻ സമ്മതിക്കാനുള്ള? അത് നാറി തുടങ്ങും അല്ലേ? ഈ ശരീരം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനാദികൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു തോൽസഞ്ചി മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല നല്ലത്. എന്താ വല്ലതുണ്ടോ നല്ലത്? ഒന്നുമില്ല. നമ്മുടെ ശരീരം ദഹിപ്പിക്കാനുള്ള കൃമി കീടാദികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. അതല്ലേ ഈ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പൊതിഞ്ഞു വന്ന് ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ട് വമിച്ചിട്ട് അതല്ലേ നമ്മുടെ ശരീരം. നമ്മൾ കത്തിച്ചു കളഞ്ഞില്ലെങ്കിൽ അതാണ് അവസ്ഥ. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അസ്ഥിസ്തംഭം സ്നായുബദ്ധം. അതായത് അസ്ഥികൾ ഇങ്ങനെ അടുക്കി മീതേക്ക് വെച്ചേക്കണം. അത് ഉരുണ്ട് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാംസം ചോരയിൽ കുഴച്ചിട്ട് സിമെന്റ് പൂശണം പോലെ ഇങ്ങനെ പൂശി വയ്ക്കും. എന്നിട്ട് അത് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി വൈറ്റ് വാഷ് ചെയ്യില്ല. വീടിന് കല്ലൊക്കെ അടുക്കി വെച്ചിട്ട് വീട് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സിമെന്റൊക്കെ കുഴച്ച് തയ്ക്കും. എന്നിട്ടോ അതൊന്നും പുറത്ത് കാണാണ്ടിരിക്കാൻ കുറച്ച് വൈറ്റ് വാഷും അടിക്കും അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അസ്ഥികളൊക്കെ പറക്കി വെച്ച് അത് ചാടി പോകാണ്ട് ചോരയിൽ മാംസത്തിന് ചോരയൊക്കെ കുഴച്ചിട്ട് അതുകൊണ്ട് ദേഹത്തെല്ലായിടത്തും വെച്ച് തേക്കും. എന്നിട്ടോ അതിന് ഒരു തോൽ സഞ്ചിയാണെങ്കിൽ തോല് കൊണ്ട് മൂടും.